ഇന്ന് ഞങ്ങൾ ഡിന്നറിന് പോവാണ്. ഇന്നത്തെ വീഡിയോയിൽ അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്കിയ ബാക്ക്ഗ്രൗണ്ടിലെ കാഴ്ചകൾ നോക്കിയാൽ നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പൊ ഞങ്ങളിപ്പോ വൈഹോള എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തിയൊക്കെയാണ്. ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഒരു ലേക്കൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയേക്കുന്നതാണ്. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലല്ലേ. ഈ ഓരോ മരത്തിന്റെ ഇടയിലാട്ടോ ഈ ബെഞ്ച് ഇട്ടിരിക്കുന്നത്. അതുപോലെ ഇവിടെ കുറെ കാരവനൊക്കെ നിർത്തിയിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡ് നോക്കിയേ, റെസ്റ്റ് എടുത്തിട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര റിലാക്സ് ആയിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് പോകാൻ പറ്റും കേട്ടോ. നമ്മളൊരു റീഫ്രഷ് ആവും വണ്ടി ഓടിക്കും. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ നമുക്ക് കുറച്ചും കൂടെ തിരക്കൊക്കെ ആയതുകൊണ്ട് നമ്മളങ്ങനെ ഉറക്കം വരില്ല. ഇത് ലോങ് കുറച്ചങ്ങ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ ഓടിക്കുമ്പോൾ പെട്ടെന്ന് ഉറക്കം വരാനും ക്ഷീണം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതാണ് ഏറ്റവും ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടാണ്. ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഈ റൂട്ടിലുള്ള ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. പിള്ളേരെ കൊണ്ട് വരുമ്പോൾ പ്രത്യേകിച്ച് അവർക്ക് ആ പാർക്കിലോട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അത്ര നേരം ഇരുന്നതിൻ്റെ ആ ക്ഷീണവും മാറും. ഇത് കുറേ നേരം അടങ്ങിയിരിക്കാന്ന് പറഞ്ഞാൽ പ്രയാസമല്ലേ. അതുകൊണ്ട് എപ്പോഴും ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോഴാണ് ശരിക്കും ഒരു പിള്ളേർക്കും ആശ്വാസമാണ്. നല്ലൊരു തണുത്തൊരു കാറ്റുമാണ്. ഇതല്ലേ നീലാകാശവും നീല വെള്ളവും ഒക്കെ ആയിട്ട് ഇതൊക്കെയാണ് കാരവാന്റെ ക്യാമ്പിംഗ് ഗ്രൗണ്ട് ആണ്. ഇതൊക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ. പൈസ കൊടുത്തിട്ട് നിൽക്കുന്നതാണ്. അവർ ക്യാമ്പ് ചെയ്യാനുള്ള അവർക്ക് ഉള്ള കറണ്ടും അവർക്ക് തുണി അലക്കാനുള്ള സൗകര്യം, അവർക്ക് കുളിക്കാനും പിന്നെ ഈ കാരവാനിലെ വേസ്റ്റ് ഒഴിവാക്കാനുള്ള സൗകര്യം ഒക്കെയുള്ള ക്യാമ്പിംഗ് ഗ്രൗണ്ടാണ് അത്. ഇങ്ങനത്തെ ക്യാമ്പിംഗ് ഗ്രൗണ്ടുകളിൽ അവർക്ക് നിർത്താൻ പാടുള്ളൂ. അല്ലാത്തടത്ത് നിർത്തി കഴിഞ്ഞാൽ നിർത്താം, നമുക്ക് തൽക്കാലത്തേക്കൊക്കെ നിർത്താം, പക്ഷേ ക്യാമ്പ് ചെയ്യാൻ പാടില്ല. ചില ഏരിയകളിൽ പണ്ടുണ്ടാവും നമുക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ സ്ഥലത്താണെങ്കിൽ കുഴപ്പമില്ല. എല്ലായിടത്തും ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ വരും. കാരണം അത് ഇത് വേസ്റ്റ് അവിടേക്ക് ഇട്ടിട്ട് പോകും എന്നുള്ളത് കൊണ്ടാണ് അത്. ഇതുണ്ട്, കുറേ വണ്ടികളൊക്കെ വരുന്നുണ്ട് അവിടുന്ന്. ഭയങ്കര രസാട്ടോ. ഇനി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുക കേട്ടോ. ഇവിടെ കുറച്ച് നേരം ഞങ്ങൾ ഇരുന്നു. ഇനി റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ്.
ഈ പൂക്കൾ കണ്ടോ? ഇത് കനോല ഓയിൽ ഉണ്ടാക്കുന്ന ഫ്ലവർ ആട്ടോ. കൊറേ ഒക്കെ ഉണ്ട്. സൂര്യൻ ഇങ്ങനെ വരുന്ന ലൈറ്റ്, സൺലൈറ്റ് കാണാൻ നല്ല രസമല്ലേ? അപ്പൊ പോകുന്ന വഴിയില് ഞങ്ങളിവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിന്നതാട്ടോ. അപ്പൊ ഇവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ബെഞ്ചും ടേബിളും, ഫുഡ് കഴിക്കാനുള്ള ടേബിൾ, ഒരു വേസ്റ്റ് ബിന്നും അങ്ങനെയൊക്കെ ഉണ്ടാവും ഓരോ സ്ഥലത്ത്. ഈ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കാരവനൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഈ സിമ്പിളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് വെച്ചൊരു മരമുണ്ട്, നിൽക്കാനുള്ള സ്ഥലമുണ്ട്. നമുക്ക് ഇവിടുന്ന് റെസ്റ്റ് എടുക്കാം, ഫുഡ് കഴിക്കാം. ഭക്ഷണം പാകം ചെയ്യുന്നതിന് കുഴപ്പമില്ല, ചില സമയത്ത് പ്രശ്നമാണ്. കാരണം അത് ഒത്തിരി വെയിലുള്ള സമയത്താണെങ്കിൽ ഓപ്പൺ ഫയർ ബാൻ ചെയ്തേക്കുമായിരിക്കും. ആ സമയത്തൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അല്ലാത്തപ്പോഴൊക്കെ സേഫായിട്ട് നമ്മൾ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. വണ്ടികളൊക്കെ നല്ല സ്പീഡിലാണ് പോവുക. ഇത് കണ്ടില്ല, ഈ ക്യാരവാൻ കണ്ടില്ല, അടിപൊളിയല്ലേ? ഇതിനകത്ത് ഫുള്ളൊരു വീട് തന്നെയാണ് കേട്ടോ ഇത്. കാരണം അതിൻ്റെ പുറകിലത്തെ ട്രെയിലർ കണ്ടോ? ആ ട്രെയിലർ മിക്കവാറും അവരുടെ കയ്യിലൊരു 2 വീലറോ എന്തെങ്കിലും ഉണ്ടാവും. അവരെന്നിട്ട് ഇവിടെ ഇടയ്ക്ക് നിർത്തിയിട്ട് അതുകൊണ്ട് പോകും. ചിലതിൻ്റെ പുറകിൽ ചെറിയ കാറൊക്കെ തന്നെ വലിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ഇതുപോലെ ചില സ്ഥലത്ത് നിർത്തിയിട്ടിട്ട് അവരിന്ന് കറങ്ങാൻ പോകും. അതെല്ലാം സെറ്റപ്പും ഉണ്ട് കേട്ടോ. ഡിഷ് ആൻറ്റിനെയും സോളാർ വാട്ടർ ഹീറ്റർ എല്ലാ സംവിധാനമുള്ള ഫുള്ള് സെറ്റപ്പ് ഉള്ളതാണത്. അങ്ങനെ ഞങ്ങള് ഡുനഡിലെത്തിട്ടോ. ഇത് മോട്ടോർവേ ആണ്. ഡുനഡില് ഒത്തിരി മലയാളികൾ താമസിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വലിയൊരു ഹോസ്പിറ്റലും എല്ലാം ഉണ്ട്. കുറേ പേരുണ്ട് മലയാളികള്.
മൂടിയ പോലെ ഉണ്ടല്ലേ. മഞ്ഞായിരിക്കും. മഞ്ഞ കടലാണത്. കടല. നേരെ മുമ്പിൽ കാണുന്നത് കടൽ. കടലാണ്, നേരെ മുന്നിൽ കാണുന്നത് കടലാട്ടോ. വീഡിയോ ഒത്തിരി ലോങ് ആവുന്നത് കൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. ഇനി അടുത്ത വീഡിയോയിൽ സിറ്റിയിലെ അടുത്ത കാഴ്ചകൾ കാണാം കേട്ടോ.